നല്ല പറ്റുന്ന ഇളക്കി ഒഴിപ്പിക്കാം. ഉണ്ടാ ഇതിൻ്റെ ആ ഉള്ളി ഉണ്ടല്ലോ, ആ മസാല ഇതാ. അച്ഛ നിങ്ങൾക്ക് പഴം വേണച്ചാ? ചെറിയ പഴം പഴം വേണ്ട. അച്ഛ ഇന്ന് രാവിലെ എന്ത് മഴയാ പെയ്തതില്ലേ? നല്ല മഴയാന്ന്. ഇതുവരെ പെയ്യാത്തതിന് കണക്കായി ഇന്ന് പെയ്തു രാവിലെ. കൂടിയില്ലേ? മാസാന്ന്. ഇങ്ങനെ ഒന്നരപ്പാടെ പൊരിപ്പൊന്നാ വേണ്ടല്ലേ? അപ്പൊ ഇനി കർക്കിടം 16-ാം തീയതി കഴിച്ചാ പെരിശം കുറഞ്ഞല്ലേ? അന്നേരമായിരിക്കും വരുന്നത്. പണ്ടത്തെ കണക്ക് അങ്ങനെയാണ്. കർക്കിടം 16 കഴിയും അല്ലേ വർഷം? കർക്കിടം 16-ാം തീയതി കഴിഞ്ഞാല് പെരിശം കഴിഞ്ഞു. മാരി മാറ്റല് കഴിഞ്ഞാല് നമുക്ക് പെരിശം കുറയും. ഇപ്പൊ മാരി മാറ്റലുണ്ടോ? ആർക്കറിയാം. മാരി മാറ്റലുണ്ടാവും. അതെ, മത്തൻ ചപ്പല്ല ഒരുപാട് കാണുന്നത്. ആ പറിച്ചൊരു പത്തൂടെ ഈനിടക്കല്ല വറുത്തിനെ, അത് കുറച്ചും കൂടി ആവട്ടില്ലേ? അതെല്ലാം വെട്ടി കാണാന്ന് അങ്ങോട്ട്. പിന്നെ മുരിങ്ങാച്ചപ്പ് പറിച്ചൊരു പത്തൂടെ? ഒരുപാടുണ്ടല്ലോ വയ്ക്കാൻ. അച്ഛ അതിന്റെ കൊമ്പ് വയ്ക്കണമെന്ന് പറയുന്നുണ്ടായിനി. അതിന് ഈടെ ഒരാൾക്ക് മുരിങ്ങാച്ചപ്പ് പറ്റുവാ. എന്നാ പിന്നെ കണക്കായി കൂട്ടിയാല്. അച്ഛൻ ഞാൻ നാളായിട്ടും പറിച്ച് ഓർത്ത് തരാം. എവിടെ നാരായണം പോയിന്? അപ്പം പോന്ന പോലെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. നേരത്തെ പോയിന്. ഇപ്പൊ മീനോ ഒന്നങ്ങ് വാങ്ങിട്ട് വരും. എല്ലാ പണിയോ ഇനി ആദ്യമേ പോയിട്ട് ഒന്നങ്ങ് വാങ്ങിട്ട് വരും. അച്ഛ നിങ്ങളെ മോന് മീൻ കൂട്ടിയാ വിടിയുന്നില്ല. അപ്പൊ മീൻ തന്നെ. മീനില്ലാന്നോ തോന്നുക അമ്മ പ്രസവിച്ചിട്ട്. എനിക്ക് മീൻ വേണ്ടേ? മീനില്ലാതെ നീ ചോറ് കഴിക്കുവാ? അച്ഛ എനക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം 2 ദിവസം ഞാൻ അഡ്ജസ്റ്റ് ആക്കും. അതിൽ കൂടുതലാവൂല എന്തായാലും. അല്ല, ഒരു ദിവസം 2 ദിവസമല്ല, ഒരു 2 നേരം. അല്ലാണ്ട് പിന്നെ മീൻ തന്നെ വേണം. പിന്നെ രണ്ടാളും കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. അച്ഛ നിങ്ങല്ലെങ്കിലും നിങ്ങളെ മോന്റെ ഭാഗത്തേക്ക് വിടൂല. എന്റെ ഭാഗത്തൊന്നും നിങ്ങൾ വിടൂലേ? നീ എന്താ മോള് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ രണ്ടാളും എനക്ക് ഒരുപോലെ അല്ലേ? എന്നാ നിങ്ങൾ വന്നാ ഒരു അടി കൊടുക്കുവാ? രണ്ടാളും ഒരേപോലെ ഞാൻ നോക്കട്ടെ. എന്നാലും ആദ്യം എന്താ അടി, എന്നിട്ട് രണ്ടാമത്തെ ഓന് കൊടുക്ക. ഓ, ഈ അച്ഛന്റെ ഒരു തമാശ. അച്ഛൻ്റെ ഇടക്കിടക്ക് നല്ല തമാശയിലും പറയേ. നല്ല മോടുണ്ടാവണം, നല്ലോണം പറയും. ഓ, അച്ഛൻ വന്നിട്ടുണ്ടാ? അച്ഛൻ നേരത്തെ വന്നു വെച്ചാ? ഞാൻ കുറച്ചേരായിട്ടാ വന്നിട്ട്. എന്നാ മീൻ കിട്ടിയത്? ഇന്ന് മീൻ വാങ്ങിട്ട് വെച്ചാ? ചിക്കനാ വാങ്ങിന്. ആ നഷ്ടത്തെ കുറെ ദിവസമായി വെച്ചാ പറയുന്നു ചിക്കൻ വാങ്ങണം, ചിക്കൻ വാങ്ങണം. എന്നാ ചിക്കൻ കൊണ്ടാട്ടാ, എന്നാ ആക്കണോ? അതൊക്കെ അറിയാമോ ആക്കാൻ? അതിന് ഉള്ളി കുറെ വേണം. അതുകൊണ്ട് കുറച്ച് ഉള്ളിയും വാങ്ങി. ലത ഉള്ളിലേക്ക് പോയാ? ലത ചിക്കൻ ഇതാ നക്ഷത്രമായിട്ട് ചിക്കൻ കൊണ്ടാട്ടാക്കുന്നു. ഉള്ളി ഇതല്ലേ? വെല്ലുള്ളി ഇതാ. വെല്ലുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്. ഇത് കഴുകി ഇതിലാവുന്ന. അയ്യോ, ഇവിടെ കൊണ്ടുവച്ചിട്ട് ചട്ടി എടുത്ത വേഗം ചട്ടി എടുത്ത്. അച്ഛൻ പോലായാ? പിന്നെ വേഗം ആക്കട്ടെ അച്ഛാ. ആക്കട്ടെ. സത്യത്തിൽ കഴിക്കും. ഓരോർക്ക് 7:30, ഓരോർക്ക് 8 മണിയല്ലേ കഴിയും. ഞാൻ കൈ പിടിക്കാൻ നോക്കണേ, വെഴുക്കുണ്ട് നല്ല. ചിക്കൻ കഴുകിയാ? ഓ, ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളി, സവാള, വലിയ സവാള. കുളിച്ച വർഷത്രേ കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് ആക്കേ. അപ്പോൾ അവിടെ ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചതക്കണം അല്ലേ? ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കണം. അപ്പോൾ ഇതായി കേട്ടോ, ഇതാണ് ഇതിലത്തെ പ്രധാന ചേരുവ. അങ്ങനെ നമ്മുടെ ഉള്ളി മുറിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഇതാ 1 സ്പൂണ് തൈര് വെച്ച് കൊടുക്കുന്നുണ്ടേ, സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ? മതിയല്ലേ? കുറച്ചും കൂടെ വയ്ക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയേ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് പെരക്കിയെടുക്കാം കേട്ടോ. പെരക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് നോക്കണം. എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അല്ലാതെ അടുപ്പിൽ തീയണം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവ പറഞ്ഞാൽ നമ്മുടെ സവാള, നമ്മുടെ വലിയ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. പൊരിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് ചേരുവകൾ നമ്മുടെ തക്കാളി, ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലയുണ്ട്, ഒരു 2 പച്ചമുളക് നടുക്ക കീറി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്,
അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മുടെ വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ ഇഞ്ചി ചതച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മുടെ കാശ്മീരി മുളക് പൊടി കേട്ടോ, മല്ലിപ്പൊടി, തീ കുറച്ച് ചെയ്യണം കേട്ടോ, കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. മൂപ്പിച്ചിട്ട് ഇത് റെഡി ആയില്ലേ? അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ. നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക. അങ്ങനെ നമ്മുടെ തക്കാളിയെല്ലാം നല്ല വൃത്തി ഉടഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും ചേർത്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ആ മസാല നല്ല വൃത്തി ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ചിക്കനിൽ നമ്മുടെ മസാല നല്ല വൃത്തി പിടിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അടച്ചു കൊടുത്തേ. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പൊരിച്ച് വെച്ച് നമ്മുടെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുര കൊടുത്തതിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയാൽ മതി. കുറച്ച് പെരിഞ്ചീരകമാണ്. ആദ്യം കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട്. അതിൻ്റെ പൊടിയില്ല കേട്ടോ, അതുകൊണ്ട് പെരിഞ്ചീരകം ഇടുന്നു. കുറച്ച് കുരുമുളക് പൊടി, ഓക്കെ. പെരിഞ്ചീരക പൊടിയോ ഉണ്ട്. കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ നമ്മി ഉണ്ടാക്കിയ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. എഗ് എത്ര ഉണ്ട്? 2 3 നിനക്ക് എഗ് മതിയാ? നമ്മുടെ കഴിക്കാ. അപ്പൊ ഇന്ന് ചപ്പാത്തി കേട്ടാ, തമാശാക്കിയതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ താരം ചിക്കൻ ചുക്ക നല്ല വൃത്തിയൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം. എന്താണ് അല്ലേ നക്ഷത്രേ? ആദ്യം നക്ഷത്രക്ക് തന്നെ കൊടുക്ക്. നക്ഷത്രല്ലേ പറഞ്ഞിനി ചപ്പാത്തിയും ചിക്കൻ ചുക്കിയും കുറച്ച് ഇളക്കുവാക്ക് മതി. ഇനി അച്ഛനും നാളെ കൊണ്ട് കൊടുക്കാം അല്ലേ? കുറേ വൈകിപ്പോയി കേട്ടോ ആക്കുമ്പോക്ക്. നവല് കഴിക്കണത്ര, ലതിയും കഴിക്കണത്തെ. നവലും ലതിയും ഒപ്പം കഴിച്ചോട്ട്. അപ്പോൾ ഞാൻ നഷും ഒപ്പം കഴിക്കാം. നഷു നവലപ്പുറത്തും വായിക്കുന്നു. രസമുണ്ടാ? സൂപ്പറാ. കഴിച്ചുവാ? കഴിച്ചു നോക്കിയേ. കഷ്ണടുത്ത് തന്നെ കിട്ടുന്നില്ലണേ. അതിനിപ്പോൾ ചപ്പാത്തി കൂട്ടി ആ ചാറെല്ലാം മുക്കി തിന്ന്. ഉള്ളി അടിപൊളി തന്നെയാ. എന്നാൽ പിന്നെ അച്ഛൻ കഴിക്കട്ടെ. ചപ്പാത്തി മുറിക്കുക. ഇതാ ഇതിൻ്റെ ആ ഉള്ളി ഉണ്ടല്ലോ, പൊരിച്ചെടുത്ത ഉള്ളി മസാല കൂട്ടിയേ, അതതിൻ്റെ ഏറ്റവും സ്വാദ് കൊടുക്കുന്ന സാധനം. ആ മസാല ഇതാ അടിപൊളിയടാ.
സമൂഹ ഇതിൽ ഒന്നും പറയാനില്ല. ഒരു ചപ്പാത്തി കൂടെ വേണ്ടേ? ഒരു ചപ്പാത്തി കൂടെ വേണ്ടേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ एक दो है ये. ചപ്പാത്തിക്ക് പറ്റിയ കറിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി. എന്നാൽ പിന്നെ ഞാൻ നക്ഷത്രം ആസ്വദിച്ച് കഴിക്കട്ടെ. നക്ഷത്രേ താട്ടോട്ടെ. ഓക്കെ.